എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് തന്നെ പറയാം. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ വെള്ളയപ്പം തന്നെ ആയിട്ട് സാധാരണ ഉണ്ടാക്കുന്ന ഫെർമെൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന കപ്പി കാച്ചിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ചൊടിയുള്ള ഒരു സ്പെഷ്യൽ മസാലയൊക്കെ കൂടിയിട്ടുള്ള ഒരു തൈരുള്ളിയുടെ ഒരു റെസിപ്പി കൂടെ നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. നല്ല ചൊടിയുള്ള നല്ല ടേസ്റ്റുള്ള തൊട്ട് കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അച്ചാറൊക്കെ പോലെ നല്ല രുചിയുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മളിതൊരു കോംബോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ ഈ തൈരുള്ളിയുടെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് ആവശ്യമുള്ളവർക്ക് അത് മാത്രമായിട്ട് എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പം ഉണ്ടാക്കാനുള്ള അരി കുതിർത്ത് വയ്ക്കുക. സാധാരണ പോലെ തന്നെ 1.5 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പച്ചരി 2-3 വട്ടം ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കുക കേട്ടോ. 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 4-5 മണിക്കൂർ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇവിടെ അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ അരിയെല്ലാം നമുക്കൊരു മിക്സി ജാറിലേക്ക് മുഴുവനായിട്ട് തന്നെ മാറ്റി കൊടുക്കാം. അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതോട്ടിരിക്കട്ടെ. ഇനി നമുക്ക് അരി എത്രയാണോ അളന്നെടുത്തത് അതിൻ്റെ പകുതി അളവിലാണ് നാളികേരം വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 3/4 ഗ്ലാസ് നാളികേരം ചെറിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാളികേരം അധികമായാൽ ഇത് നമുക്ക് ചുറ്റിക്കാൻ പറ്റില്ല കേട്ടോ. ദോശത്തവയിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതായത് ഇതിലേക്ക് ചോറാണ് കേട്ടോ. സാധാരണ നിങ്ങൾ ചോറ് എന്തരിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ട്. ഞാൻ ഇവിടെ മട്ടരിയാണ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂൺ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ല രുചി ഉണ്ടാവുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇത് നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന അതേ വെള്ളം ഉപയോഗിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. വല്ലാണ്ട് ലൂസാവാണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കപ്പി കാച്ചാം. കപ്പി കാച്ചുമ്പോഴാണ് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുക. നമ്മൾ പഞ്ഞിയപ്പമൊക്കെ ഉണ്ടാക്കിയില്ലേ, പഞ്ഞിയപ്പമൊക്കെ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. 100% ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക്. അപ്പോൾ കപ്പി കാച്ചാനായിട്ട് ആ മാവ് നമ്മൾ അരച്ച് വെച്ചതിൽ നിന്ന് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. വലിയ സൈസ് ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത് കേട്ടോ. ടീസ്പൂൺ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 2 ടീസ്പൂണോളം വരും. അപ്പോൾ അത് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് ആവും കേട്ടോ. അരിയായ കാരണം പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ അതേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഇതുപോലെ ഒരു പരിവാവണം കേട്ടോ. ഇതുപോലെ വല്ലാണ്ട് കട്ടിയാവാൻ നമ്മൾ നിൽക്കരുത്. കാരണം ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കും. ഫുള്ള് നല്ലോണം തണുക്കണം. അതുവരെ ചൂടാറാൻ വയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ അതേ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ പാത്രത്തിലുള്ള മാവ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ, മിക്സി ജാറിലുള്ളത്. അതേ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഇതേ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ചൂടാറി. പാത്രമൊക്കെ നന്നായിട്ട് തണുത്തിരിക്കണം കേട്ടോ. നല്ലോണം തണുവാൻ ചെറിയതായിട്ടുള്ള ചൂട് പോലും ഉണ്ടാവരുത്. കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് ഈസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ചൂടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടാറ്റണം എന്ന് പറഞ്ഞത്. ഇനി ഇതാ നമ്മുടെ ആ ഒരു കുറുക്ക് നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് വടിച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 1/2 ടീസ്പൂണിൻ്റെ താഴെ കണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ ചേർക്കണം കേട്ടോ. മറ്റേ വലിയ മണിയുള്ള ഈസ്റ്റ് വേണമെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ അത് 1/2 ടീസ്പൂണിൻ്റെ താഴെ കണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം നമുക്ക് ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ ഫെർമെൻ്റ് ആവാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. 10 മണിക്കൂർ അങ്ങനെ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ദേ ഇതുപോലെ ഒരു കുണ്ടൻ പാത്രം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇത്തിരി വട്ടം കുറവുള്ള എന്നാൽ കുഴിയുള്ള ടൈപ്പ് പാത്രമാണെങ്കിൽ ഇഡ്ഡലിയുടെ മാവായാലും ദോശയുടെയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് പുളിക്കാനായിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ മാവൊക്കെ അരച്ച് ഇഡ്ഡലിയുടെ ആയാലും ദോശയുടെ ആയാലൊക്കെ ഈ പാത്രത്തിലാണ് അരച്ചൊഴിച്ച് വെക്കാറ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അന്ന് പഞ്ഞിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റേ ചില്ലിൻ്റെ ബൗളാണ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്ത്. കാരണം ഇത് പിറ്റേ ദിവസം ആ മാവ് പൊന്തിയതും അതൊക്കെ ഒന്ന് ബബിൾസ് വരുന്നതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ആ ചില്ലുള്ള പാത്രം തന്നെയാണ് വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് അന്ന് ആ ഒരു വീഡിയോയിൽ കുറേ പേര് കളിയാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ആ പാത്രം കാണിക്കാനാണ് വേറെ പാത്രം എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആകെ കൂടി ചില്ലിൻ്റെ പാത്രം മാത്രമേ വലിപ്പമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിലൊന്ന് ഒഴിച്ച് വെക്കേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം തണുവായതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആവട്ടെ. അപ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കല്ല് കൂടെ ഇടിക്കല്ല് എൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട്. ഇനി ഒരു 10 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നോക്കാം കേട്ടോ അതെങ്ങനെയായിട്ടുന്നുണ്ട്. കണ്ടോ
നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ വീർത്ത് വരികയെന്ന് മാത്രമല്ല, അത് ഈസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം, അതും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര്, ഈസ്റ്റ് ഇട്ടാൽ എങ്ങനെയായാലും പൊന്തി വരും എന്നൊക്കെ. ഈസ്റ്റ് ഇട്ടാൽ പൊന്തി വരും, പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെയ്യുന്ന പോലെ കപ്പി കാച്ചിയിട്ടൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെറൈറ്റി നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലുകൾ ആഡ് ചെയ്യുമ്പോൾ അതുപോലെ ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. അല്ലാതെ ഈസ്റ്റ് മാത്രം ചേർത്തത് കൊണ്ട് നമുക്ക് സോഫ്റ്റായിട്ട് അപ്പോ വെള്ളയപ്പോ ഒന്നും അങ്ങനെ ഗ്യാരണ്ടി റെസിപ്പി നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും. അപ്പോൾ നമ്മുടെ പഞ്ഞിയപ്പം ഉണ്ടാക്കിയിട്ട് കുറേ പേര് കമൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഉണ്ടാക്കിയവരാരും എന്താ സക്സസ് ആയിട്ടില്ല, ഫെയിലിയർ ആയി എന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെ മെസ്സേജ് എനിക്ക് അയച്ചിട്ടില്ല. എല്ലാവരും നന്നായി വന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചേക്കണം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി ഓരോ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി ഷെയർ ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ, ഉണ്ടാക്കിയിട്ട് നിങ്ങളും കൂടെ ഉണ്ടാക്കിയിട്ട് ശരിയായി എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതാ നമ്മൾ അപ്പച്ചട്ടിയിൽ 2-3 ഞാൻ ഉണ്ടാക്കിയിട്ടാ. പിന്നെ അതിന് ശേഷം ഞാൻ ദോശത്തവയിലാണ് ഉണ്ടാക്കിയത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തവയിൽ ഉണ്ടാക്കുന്ന അപ്പമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് 3 അപ്പച്ചട്ടിയിൽ ഇതുപോലെ ഉണ്ടാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ദോശത്തവയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത്തവണ അരച്ചത് കുറച്ച് ലൂസായി പോയിട്ടാ. ഇച്ചിരി വെള്ളം കൂടിയതായിട്ട് എനിക്ക് തോന്നി. കാരണം കണ്ട തവയിൽ ഒഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒഴുകി നിൽക്കരുത്. അവിടെ ഒഴിക്കുമ്പോൾ മാവ് അവിടെ തങ്ങി നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവം വേണ്ടത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ ഉണ്ടാക്കാം. ഇതേപോലെ കണ്ട ഫസ്റ്റ് ഉണ്ടാക്കിയ അപ്പമാണിത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ തൈരുള്ളി ടെ റെസിപ്പി കാണാം. അപ്പോൾ ഞാൻ പണ്ടൊക്കെ കോംബോ ഇടുമ്പോൾ അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ സൈഡ് ഡിഷ് ഇടാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് വലിയൊരു അബദ്ധമായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ വീഡിയോസൊന്നും കയ്യിലുമില്ല. അപ്പോൾ ഇനി കോംബോ ഇടുമ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് എന്താണ് സൈഡ് ഡിഷ് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്പങ്ങളെല്ലാം അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സ്പെഷ്യൽ നമ്മുടെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ തൈരുള്ളിക്കായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 1/4 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത് ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. എണ്ണയൊന്നും തൊടരുത് കേട്ടോ. എണ്ണ തൊടാണ്ട് തന്നെ റോസ്റ്റ് ചെയ്ത് അതൊന്ന് മണത്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു മണം വരും. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട്. അത് ആ റോസ്റ്റ് ചെയ്ത് വരുന്ന പൊടിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക മണം. നിങ്ങൾക്ക് ആ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ ഓരോ ചേരുവകയും ചൂടാക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കി പൊടിക്കുമ്പോൾ വേറെ മണമാണ്. എന്നാൽ ഇതെല്ലാം കൂടി ഈ 4ഉം ഒന്നിച്ച് ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഈ ഒരു കറിക്ക് ഈ ഒരു ടേസ്റ്റാണ് മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ വലത്തെ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് ഒന്ന് നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തെറിക്കില്ല, കടുകൊന്നും തെറിച്ച് പോവില്ല. അപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അളവ് വരുന്നത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 3/4 ടീസ്പൂണോളം കേട്ടോ. ടീസ്പൂണാണ്, 3/4 ടീസ്പൂണോളമാണ് അതിൻ്റെ ഒരു മസാലയുടെ മൊത്തത്തിലുള്ള അളവ് വരുന്നത്. അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അതേ ഇടിക്കല്ലിൽ തന്നെ 6 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു ചെറിയ സൈസ് ഇഞ്ചി കഷ്ണം കേട്ടോ. ഇഞ്ചി ഇത്ര തന്നെയുള്ള ഒരു ചെറിയ സൈസാണ് ഇഞ്ചി കഷ്ണം കൂടിയിട്ട് ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കട്ടെ. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് വരുന്നത് 1 ടീസ്പൂൺ നിറച്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നേരത്തെ പോലെ മസാലയുടെ ഒപ്പം തന്നെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു കതിരി വേപ്പിലിട്ട് എടുക്കാം. ഒരു വറ്റൽമുളക് മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരട്ടെ. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ടുള്ള പേസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കുക. പച്ചമണം മാറി കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്ക് തക്കാളി 2 മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്തതാണ് കേട്ടോ. അത് ഒന്നുകൂടെ ഒന്ന് ചേർക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതായത് ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ എണ്ണയൊക്കെ ഒന്ന് സൈഡ് തെളിഞ്ഞ് വരുന്ന വരെ. അപ്പോൾ വല്ലാണ്ട് ഇട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നാൽ മതി, പച്ചമണം മാറിയിട്ട് തക്കാളിയുടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായംപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതിയാവും. അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല പുളി കുറവുള്ള കട്ട തൈരാണ് ഇതിലേക്ക് ആവശ്യം. 2 ടേബിൾ സ്പൂണാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ തൈര്. അപ്പോൾ പുളി കുറവുള്ള തൈര് ഇതുപോലത്തെ കട്ടിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ആ തൈര് ഒഴിച്ചതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് ചെറുതായി തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റോളമൊക്കെ ഒന്ന് ഇളക്കിയാൽ മതിയാവും. ഇനി അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്.
അപ്പോൾ ഞാൻ ഇവിടെ 4 ചെറിയ സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. 4 എണ്ണം മിനിമം ചേർക്കണം കേട്ടോ. അപ്പോൾ ആ സവാളയുടെ ഒരു നല്ലൊരു മധുരമൊക്കെ ഇതിലേക്ക് വരണം. ഇതുപോലെ 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം ഞാനിവിടെ 4 ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ആ മസാലയൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. സവാള ഇതിൽ തന്നെ കിടന്ന് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഫ്ലെയിം ലോയിൽ വെക്കണം കേട്ടോ. നമ്മൾ തൈര് ഒഴിച്ച കാരണം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിളക്കണം. നമ്മൾ തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. തൈര് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം, സവാള വെന്തോ നോക്കിയിട്ട്. അത് പാതി വേവായിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ തവണ വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ മൂടി വയ്ക്കേണ്ടത്. പിന്നെ ഒരു 20 സെക്കൻഡൊക്കെ ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ തുറന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തൊട്ട് കൂട്ടി കഴിച്ചാൽ മതിയിട്ട്. അതുപോലെ അച്ചാറിൻ്റെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടുകും ഉലുവയൊക്കെ അരച്ച കാരണം നല്ലൊരു മണമായിരിക്കും ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് എങ്ങനെയാണ് ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തക്കാളിയും തൈരും വെള്ളമൊക്കെ ഒന്ന് കൂട്ടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാതെ പോകരുത്. ഈ ഒരു റെസിപ്പി രണ്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.